ബി.ജെ.പി നേതാവ് ശ്രീ ഷോൺ ജോർജ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, എവിടെയാണ് ഇപ്പോൾ ജോസ് കെ മാണിക്ക് പിഴച്ചത്? അദ്ദേഹം യഥാർത്ഥത്തിൽ UDF-ലേക്ക് എത്തുവാൻ തന്നെയുള്ള നീക്കമാണല്ലോ നടത്തിയിരുന്നത്. UDF-ന് അത് താല്പര്യവുമായിരുന്നു. പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചു? UDF-മായി ചർച്ച ചെയ്തു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാണി ഗ്രൂപ്പിന്റെ നേതാക്കൾ തന്നെ എന്നോട് തന്നെ വ്യക്തിപരമായി സംബന്ധിച്ചിട്ടുള്ള കാര്യവും സീറ്റ് ചർച്ചയിൽ കുട്ടനാട് ഉൾപ്പെടെ 2 സീറ്റിന്റെ കാര്യത്തിലും പിന്നെ പാലായിലെ ഉൾപ്പെടെ പാലാ സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു തർക്കം നിലനിൽക്കുന്ന. ബാക്കി എല്ലാ കാര്യത്തിലും അംഗീകാരം ഇന്നലെ രാത്രിയിലുമായിരുന്നു. അതിനുശേഷം റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മന്ത്രിയും അതുപോലെ പ്രമോദ് നാരായണൻ, പ്രൊഫസർ N. ജയരാജും ഇതിനോട് പൊരുത്തപ്പെട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ വന്നാൽ അത് ഒരു പിളർപ്പിലൂടെ മുമ്പോട്ട് പോകാനുള്ള ഒരു ശേഷി ഇന്ന് കേരള കോൺഗ്രസ് എമ്മിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നാൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന 5 സീറ്റുകളും കേരള കോൺഗ്രസ് എമ്മിന് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അങ്ങനെ നിന്നാൽ പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും എന്നതുകൊണ്ടാണ് ജോസ് കെ മാണി ഇത് ചിന്തിച്ചത്. അതിനകത്ത് ചില ഉന്നതമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലുകൾ ഞാനും പറയാനില്ല, അത് വ്യക്തമായി പറയുന്നില്ല എങ്കിൽ പോലും എല്ലാവർക്കും ബോധ്യമുള്ള ചില ഉന്നതമായ ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും എനിക്ക് രസകരമായ തോന്നിയൊരു കാര്യം, ഈ കഴിഞ്ഞ 6 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. 2021 ബഡ്ജറ്റിലാണ് KM മാണി സ്മാരകം അതിനുവേണ്ടി 20 കോടി രൂപ അനുവദിച്ചത്. ആ സ്മാരകം നിർമ്മിക്കാൻ ജോസ് കെ മാണി മുന്നണി വിടുമെന്ന് ഉള്ള സംശയം പിണറായിക്ക് വരേണ്ടി വന്നു. ഇന്ന് കവടിയാറിൽ 25 സെന്റ് സ്ഥലം അനുവദിക്കാൻ അത് അനുവദിച്ചത് യഥാർത്ഥത്തിൽ ഒരു ട്രാപ്പായി. കാരണം അതും കൂടെ കഴിയുമ്പോൾ പിന്നെ ജോസ് കെ മാണി ഇട്ടിട്ട് പോയാൽ അതൊരു വൃത്തികേടാകും എന്നുള്ളത് കൊണ്ട് അത് ജോസ് കെ മാണിക്കിട്ട് റോഷി അഗസ്റ്റിൻ വെച്ചൊരു ട്രാപ്പ്, റോഷി അഗസ്റ്റിനും പിണറായി വിജയനും സംയുക്തമായി വെച്ചൊരു ട്രാപ്പായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. KM മാണിയുടെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, KM മാണിയുടെ സ്നേഹം ഉണ്ടെങ്കിൽ ആ മന്ത്രിസഭയിൽ ഇരിക്കുന്ന കേരള കോൺഗ്രസ് 5 MLA-മാരുമായിട്ടിരിക്കുകയാണ് കഴിഞ്ഞ 6 വർഷമായി. ഈ 6 വർഷമായിട്ട് LDF-ന്റെ ഭാഗമാണ് അവർ. എന്നിട്ട് ഇന്ന് വരെയും പാലായിൽ പോലും KM മാണിയുടെ ഒരു സ്മാരകം, ഒരു പ്രതിമ, പാലാ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് എത്രയോ വർഷമായിട്ട് അവർ ഭരിക്കുന്നു. ആ പാലായിൽ പോലും ഒരു പ്രതിമ സ്ഥാപിക്കാൻ കഴിയാത്തവരാണ് ഇന്നത്തെ ദിവസം, അത് ഇലക്ഷന്റെ തലേ ദിവസം എന്ന് വേണം പറയാം, അവിടെ ഇത്തരത്തിലുള്ള ഒരു KM മാണി സ്മാരകത്തിന് 25 സെന്റ് സ്ഥലം 30 വർഷത്തെ ലീസിന് അനുവദിച്ചിട്ടുള്ളത്. ഇതൊക്കെ എത്ര മോശമാണ്, എത്ര രാഷ്ട്രീയ പാപ്പരത്വം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇടത്തുനിന്ന് വലത്തോട്ട് ചാടുന്നു, വലത്തുനിന്ന് ഇടത്തോട്ട് ചാടുന്നു. ഒരു റീസൺ പോലും ഇവർ പറയുന്നില്ല. ഈ കാലഘട്ടം അത്രയും ഇവർ പറയുന്നത് കേട്ട് ഇവർ പറയുന്നത് കേട്ട് UDF-നെതിരെ മുദ്രാവാക്യം വിളിച്ച മാണി ഗ്രൂപ്പിന്റെ പ്രവർത്തകരുടെ അവസ്ഥ എന്താണ്? UDF-നെതിരെ മത്സരിച്ച ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ 800 ശിഷ്ട സീറ്റുകളിൽ മത്സരിച്ച് മാണി ഗ്രൂപ്പ്, ആ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ജനങ്ങളോട് പറഞ്ഞ രാഷ്ട്രീയം എന്തായിരുന്നു? ഇവർക്കെതിരെ പറഞ്ഞ രാഷ്ട്രീയം എന്തായിരുന്നു? അവർ UDF-നെതിരായി പറഞ്ഞ രാഷ്ട്രീയം ഉണ്ടായി. ഇനി UDF-നോട് ചാടി കഴിയുമ്പോൾ പിറ്റേ ദിവസം നാളെ രാവിലെ അവര് എന്ത് രാഷ്ട്രീയം ആ പാവപ്പെട്ടവര് ജനങ്ങളോട് പോയി പറയും. പക്ഷേ ഷോൺ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാർഗെയിനിങ് ശക്തി കൂടിയിട്ടുണ്ടല്ലോ. LDF-നും വേണം ജോസ് കെ മാണിയെ, UDF-നും വേണം ജോസ് കെ മാണിയെ. അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയല്ലേ ഇപ്പോൾ? അല്ല, അത് പണ്ട് മാണി സാറ് പറയാറുണ്ടായിരുന്നു. 2-3 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഫേമസ് കോട്ടുകളുണ്ട്. വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. 2, കേരള കോൺഗ്രസ് ഒരു സുന്ദരിയാണ്. ആ സുന്ദരിയെ എല്ലാവരും കാണുമ്പോൾ ആഗ്രഹിക്കും. അത് ഞങ്ങളുടെ തെറ്റാണോ? പക്ഷെ ഇത് സുന്ദരി മാറി അഭിസാരികയുടെ അവസ്ഥയിലേക്ക് എത്തി കേരള കോൺഗ്രസ് എന്നുള്ളതാണ്. ഇപ്പോ ഇത് എങ്ങോട്ടാണ് ചാടുന്നത്, എങ്ങോട്ടാ പോകുന്നത്, ആരുടെ കൂടെയാണ് പോകുന്നത് എന്ന് പാർട്ടിയുടെ നേതാക്കൾക്ക് പോലും അറിയാൻ മേലാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, സുന്ദരി എന്ന പദത്തിൽ നിന്നും അത് അഭിസാരിക എന്നായി മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ റോഷി അഗസ്റ്റിന്റെ ഈ നീക്കമാണോ ഇത് ഈ മുന്നണി മാറ്റത്തെ തടഞ്ഞത്? പക്ഷെ റോഷിക്ക് അത്ര ശക്തിയുണ്ടോ ഒരു പാർട്ടി പിളർത്തി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ? ജോസ് കെ മാണിയുമായിട്ട് വളരെ ലോയലായിട്ട് നിന്ന ഒരാൾ കൂടിയാണല്ലോ റോഷി. ഇല്ല, പിളർത്താനൊന്നും റോഷിക്കും ശക്തിയില്ല, ജോസ് കെ മാണിക്കും ശക്തിയില്ല. പിളർക്കാൻ ആ പാർട്ടിക്കും ശക്തിയില്ല എന്നുള്ളതാണ് അടിത്തറ. അതുകൊണ്ടാണ് ഇവർക്ക് ആർക്കും സ്വന്തമായിട്ടൊരു പാർട്ടി കൊണ്ടു നടക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും ഇന്നില്ല. അത് മാണി സാറ് പറഞ്ഞ പോലെ വളരും തോറും പിളർന്ന് കഴിഞ്ഞ് പിന്നെ വളർന്നില്ല, പിളർന്ന് പൊക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവിച്ചതാണ്. ഒരിക്കലും ഒരു പിളർപ്പിനെ നേരിടാനുള്ള ശേഷി ഇന്ന് കേരള കോൺഗ്രസ് എമ്മിനില്ല. അത് റോഷിക്കും അറിയാം,
അതുപോലെ ജോസ് കെ മാണിക്കും അറിയാം. അതാണ് സംഭവിച്ചത്. ഷോൺ, താങ്കൾ കേരള കോൺഗ്രസ് മാണിയെ പരിഹസിക്കുമ്പോഴും ഈ മാണിയെ LDF-നും UDF-നും മാത്രമല്ല BJP-ക്കും വേണം. ഇനിയിപ്പോൾ അവർ BJP-യിലേക്ക് വരാൻ, NDA-യിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കാൻ അവിടെയും ആളുണ്ട്. ശ്രീ ഷോൺ, ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും അവർക്ക് ഇനി രാഷ്ട്രീയത്തിൽ നിലനിൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ പോകുന്ന പോക്കിന് ഈ വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം കേരള കോൺഗ്രസ് സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ജോസ് കെ മാണിയോ റോഷി അഗസ്റ്റിനോ മാത്രമല്ല, മധ്യകേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ചും കാർഷിക മേഖലയിലെ ഒരു വിഭാഗം ജനങ്ങൾ എന്നും ആശ്രയമായി കണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസ് ഇല്ലാതാകുമ്പോൾ അവിടെ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു ജനതയുണ്ട്. പക്ഷെ ആ ജനതയുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കാൻ ഞാൻ രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങിയ കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിൽ എടുത്തു പറയാവുന്ന എന്തെങ്കിലും കാർഷിക മേഖലയിൽ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷ മേഖലയിൽ ഒരു ഇടപെടൽ എന്തു ചെയ്യാൻ കഴിഞ്ഞു? ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന കേരള കോൺഗ്രസ്. അല്ല ഷോൺ, ഇപ്പോൾ പോകാൻ കാരണമില്ലാത്തതും അതുകൊണ്ടാണ്. അങ്ങനെ താങ്കൾ പറയുമ്പോൾ LDF സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുത്തത് കൊണ്ട് പോകുന്നതിനൊരു റീസൺ പറയാനില്ല എന്നതല്ലേ ഇപ്പോൾ ജോസ് കെ മാണിയെ കുഴയ്ക്കുന്നത്? എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കും. അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മധ്യ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പ്രതികരിക്കുന്ന കേരള കോൺഗ്രസ് മന്ത്രിസഭയിൽ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ 3 വർഷക്കാലമായി ക്രൈസ്തവ സഭയുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ട് കഴിഞ്ഞോ? 250 രൂപ റബ്ബറിന് വില നൽകുമെന്ന് പറഞ്ഞ കേരള അധികാരത്തിൽ 2021 പ്രകടന പത്രികയിൽ 250 രൂപ റബ്ബറിന് വില നൽകുമെന്ന് പറഞ്ഞ പ്രകടന പത്രിക ഉണ്ടായിട്ട് ഈ കാലപത്രയായിട്ടും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞോ? എന്ത് നേടിയെടുത്തു എന്നാണ് ഇവർ പറയുന്നത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതോടെ, നടപ്പാക്കുമെന്ന് പറഞ്ഞതോടുകൂടി അതും ആ വഴിയും അടഞ്ഞിരിക്കുകയല്ലേ ജോസ് കെ മാണിക്ക്? ഇനി അതിനെതിരെ എങ്ങനെ രംഗത്ത് വരാൻ പറ്റും? നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. കേരളത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇത്തരത്തിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാകാത്ത കാര്യം, നമ്മുടെ നികുതിപ്പണം കൊണ്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിനെ എന്തിനാണ് പ്രസിദ്ധീകരിക്കാതെ ഒളിച്ചു വെച്ചേക്കുന്നത്? അവിടെ കൃത്യമായ ഒരു പ്രീണന നയത്തിന്റെ ഭാഗമായി അത് ക്രൈസ്തവ സഭയ്ക്കും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള വലിയ അഴിമതി. താങ്കൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. NDA-യിലേക്ക് വരാൻ BJP-യും ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ പറയാം, റബ്ബറിന് 250 രൂപ കിട്ടണം. NDA-യുടെ ഭാഗമായി അത് നടക്കും. ഞാനിപ്പോഴും പറയുന്നു, അവർക്ക് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് 100% NDA അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. ഉറപ്പാണ്, സംശയം വേണ്ട. അതെങ്ങനെയാണ്? അത് സംസ്ഥാന സർക്കാരല്ലേ ചെയ്യേണ്ടത്? ഞങ്ങൾ കേരളത്തിൽ അപ്പൊ ഒരിക്കലും അധികാരത്തിൽ വരുന്നില്ലെന്നാണോ മനുഷ്യർ പറയുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണി ഉണ്ടെങ്കിൽ അധികാരത്തിൽ വരാമെന്നാണോ? അല്ല, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ജോസ് കെ മാണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളെക്കൂടെ നല്ല സത്യക്രിസ്ത്യാനികൾ ഇതിനകത്തുണ്ട്. ഒരു സംശയവും വേണ്ട. ശരി, ശ്രീകുമാർ അതിനുള്ള മറുപടി ഷോന്റെ ആ ഒരു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.